ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് തിയറംസ് ഓൺ ലിമിറ്റ് ആയിരുന്നു അല്ലേ. അപ്പം ഇനി നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ളത് നമുക്ക് എന്തായിരുന്നു? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ്ലി നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ, സോറി ഇവിടെ എൽ ഡിവൈഡഡ് ബൈ എം എന്നായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ്ലി ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി 1/g ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/m ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുക അല്ലേ. ഇത് പ്രൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് റൂൾ കൂടിയും വെച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്തായിരുന്നു പ്രൊഡക്റ്റ് റൂൾ പറഞ്ഞിരുന്നത്? അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു എം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ രണ്ട് ഫംഗ്ഷൻ ആക്കിയിട്ട് എടുക്കുക. ഒന്ന് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനും രണ്ടാമത്തെ ഫംഗ്ഷൻ 1/g ഓഫ് എക്സ് എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷനായിട്ട് കാണും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എൽ ഇൻറ്റു 1/m എന്ന് ചെയ്യും വിച്ച് ഇസ് ഈക്വൽ ടു L/m. അങ്ങനെയാണ് നമ്മുടെ ഈ പ്രൂഫിൻ്റെ ഔട്ട്ലൈന് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ലെറ്റസ് പ്രൂവ് ദാറ്റ്, എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി 1/g ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1/m. നമുക്കിതാണ് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂസ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ദെൻ ടു പ്രൂവ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി 1/g ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1/m, we have to find a delta, we have to find a positive number delta such that എങ്ങനെയുള്ള തരത്തിലായിരിക്കണം നമുക്ക് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ദാറ്റ് 1/g ഓഫ് എക്സ് മൈനസ് 1/m വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്നതായിരുന്നു അല്ലേ. നമ്മുടെ എന്താണ് ഇവിടുത്തെ നമ്മൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് സി ആയിരുന്നു. എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് എന്തായിരുന്നു? 1/g ഓഫ് എക്സ് ആയിരുന്നു. എല്ലിന് പകരം 1/m ആയിരുന്നു. എന്നിട്ട് നമ്മുടെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനീഷൻ എന്തായിരുന്നു? നമ്മുടെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനീഷൻ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈ ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്നത് അല്ലേ. ആ കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി ഇത് എഴുതിയത്. ഓക്കെ, നമ്മൾ അടുത്തത് എന്താ ചെയ്യാറ്? നമ്മുടെ ഇവിടെ ഉള്ള പോർഷൻ അല്ലേ, അതായത് മോഡ് 1/g ഓഫ് എക്സ് മൈനസ് 1/m എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ അതിനെ സെപ്പറേറ്റ്ലി എടുത്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മോഡ് 1/g ഓഫ് എക്സ് മൈനസ് 1/g ഓഫ് എക്സ് മൈനസ് 1/m വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മളിതിനെ എന്ത് ചെയ്യാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? മോഡുലസ് ഓഫ് എം മൈനസ് നമുക്ക് എന്ത് വരും? ജി ഓഫ് എക്സ് വോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും? ജി ഓഫ് എക്സ് ഇൻറ്റു എം എന്ന് നമുക്ക് വരും അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഈക്വൽ ടു നമ്മൾ എന്താ ഇതായതിന് ഇനി നമുക്കുള്ളൊരു റിസൾട്ടാണ്. എന്താണ് റിസൾട്ട്? മോഡ് എക്സ് ബൈ വൈ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്? മോഡ് എക്സ് വോൾ ഡിവൈഡഡ് ബൈ മോഡ് വൈ എന്ന് പറഞ്ഞിട്ട് എഴുതാറുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേമാതിരി നമ്മളിതിനെ എങ്ങനെ എഴുതുക? വിച്ച് ഈസ് ഈക്വൽ ടു മുകളിലുള്ളതിനെ നമ്മളൊരു ഫംഗ്ഷനും മുകളിലുള്ളതിന് ഒരു ടേം അല്ലേ എക്സ് എന്ന് പറയുന്നത്, താഴെയുള്ളതിന് വൈ എന്ന് പറയുന്ന രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എം മൈനസ് ജി ഓഫ് എക്സ് വോൾ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു എം എന്ന് നമ്മൾ എഴുതാറുണ്ട് അല്ലേ. ഇനി നമ്മൾ മുകളിലത്തെ പോർഷനിൽ അതാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു ടേമിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഒരു മൈനസിനെ പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ അതിനിങ്ങനെ എഴുതാണ് മൈനസ് ജി ഓഫ് എക്സ് മൈനസ് എം വോൾ ഡിവൈഡഡ് ബൈ താഴത്തുള്ളത് ഞാൻ ഇനി പറയാം. നമ്മൾ മോഡ് എക്സ് ഇൻറ്റു വൈ എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതാറ്? മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ എന്ന് എഴുതാറിട്ടല്ലോ. അപ്പോൾ അതേമാതിരി ഇതിനെ ഞാൻ ഇനി എന്ത് എഴുതാണ്? മോഡ് ജി ഓഫ് എക്സ് ഇൻറ്റു മോഡ് എം എന്ന് നമ്മൾ എഴുതി പോകുന്നു. ഓക്കെ, അതാണ് ഇനി അടുത്ത സ്റ്റെപ്പിലായിട്ട് നമ്മൾ എഴുതുന്നത്. അതിന് നമ്മൾ മോഡിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? ആ നെഗറ്റീവിനെ ഞങ്ങൾ എടുത്ത് ഒഴിവാക്കാറുണ്ട് അല്ലേ. അങ്ങനെയാണ് നെഗറ്റീവിനെ എടുത്ത് ഒഴിവാക്കിയിട്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത് മോഡ് ജി ഓഫ് എക്സ് മൈനസ് എം വോൾ ഡിവൈഡഡ് ബൈ മോഡ് ജി ഓഫ് എക്സ് ഇൻറ്റു മോഡ് എം എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അത്രയും സ്റ്റെപ്പുകൾ എഴുതിയിട്ടാണ് നമ്മൾ ഇത് കഴിഞ്ഞ് ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു, അതിന് ശേഷമുള്ള സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു, അതിന് ശേഷമുള്ള സ്റ്റെപ്പായിരുന്നു ഇത്. അതിന് ശേഷം വേണം ഇങ്ങനെ എഴുതാൻ, അല്ലാതെ ഡയറക്റ്റ്ലി ഇങ്ങനെ അങ്ങോട്ട് കൊടുന്ന് എഴുതി വെക്കേണ്ട. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ.
ഓക്കെ. ഇനി നമുക്ക് എന്താണ്, നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം. ഇതെവിടെ നമുക്ക് തന്നിരുന്നത്? തിയറത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലേ, തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സമയത്ത് നമുക്ക് അത് തന്നിട്ടുണ്ടായിരുന്നതാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞ് ആൻഡ് മോഡം വിച്ച് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. നമ്മൾ അവിടെ പറയുക തന്നെ ചെയ്തായിരുന്നു, നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എൽ ബൈ എം ആൻഡ് സച്ച് ദാറ്റ് എം നോട്ട് ഇസ് ഈക്വൽ ടു 0 അല്ലേ. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സാധനം 0 ആവരുത് എന്ന് നമ്മളവിടെ പ്രത്യേകം എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്, മോഡ് എം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 0നേക്കാളും വലുതായിരിക്കുന്നതാണ്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് എ ഡെൽറ്റ 1 ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഇസ് ലെസ് ദാൻ ഡെൽറ്റ 1 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് മോഡ് ജി ഓഫ് എക്സ് മൈനസ് എം വിച്ച് ഈസ് ലെസ് ദാൻ മോഡ് എം ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളിവിടെ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്ന ഒരു ഫോമിലാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ആ എപ്സിലോണിന് പകരം നമ്മൾ എന്താ ചൂസ് ചെയ്തിരിക്കുന്നത്, മോഡ് എം ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് എന്തിനാണ് ഇങ്ങനെ ചൂസ് ചെയ്തത് എന്ന് എന്തിനാണ് ഇങ്ങനെ ചൂസ് ചെയ്തത് എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ലാസ്റ്റ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സിനാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അത്രയും മനസ്സിലാക്കുക അവിടെ വയ്ക്കുക. ഇനി നമ്മൾ ഈ മോഡ് എമ്മിനെ നമുക്ക് എന്തിൻ്റെയും ഒരു കുറച്ച് കാര്യങ്ങളുടെ ടേംസിലോട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ മോഡ് എം ഞാൻ എടുത്തു. ഈ മോഡിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ജി ഓഫ് എക്സ് ആഡ് ചെയ്യുകയും ചെയ്തു, ഒരു ജി ഓഫ് എക്സ് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടുകൂടിയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് വീണ്ടും ഈസ് ഈക്വൽ ടു എന്ത് തന്നെ കിട്ടുക, മോഡ് എം എന്ന് തന്നെ കിട്ടുക. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ ഇതിന് എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തു അല്ലേ. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമ്മളിവിടെ ഏത് ഇനീക്വാളിറ്റി ഉപയോഗിച്ച്, ട്രയാങ്കിൾ ഇനീക്വാളിറ്റി. എന്തായിരുന്നു നമ്മുടെ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി? മോഡ് എക്സ് പ്ലസ് വൈ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്നായിരുന്നു അല്ലേ നമ്മുടെ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സിന് പകരം എന്താ ചൂസ് ചെയ്യുക, എം മൈനസ് ജി ഓഫ് എക്സ്, ആൻഡ് വൈക്ക് പകരം നമ്മൾ എന്താ ചൂസ് ചെയ്യുക, ജി ഓഫ് എക്സ് ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എം മൈനസ് ജി ഓഫ് എക്സ് പ്ലസ് മോഡ് ജി ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ മോഡ് എമ്മിനെ നമ്മൾ എന്ത് ചെയ്തി, മോഡ് എം വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എം വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ലെസ് ഓഫ് എം മൈനസ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് നമ്മൾ എഴുതി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമുക്ക് എങ്ങനെയുണ്ടല്ലോ, 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ 1 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് മോഡ്, അതായത് ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് മോഡ് എം വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞത്, മോഡ് എം മൈനസ് ജി ഓഫ് എക്സ് പ്ലസ് മോഡ് ജി ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയും അല്ലേ. ഇനി നമ്മൾ ഓൾറെഡി ഇവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് മോഡ് ജി ഓഫ് എക്സ് മൈനസ് എം വിച്ച് ഈസ് ലെസ് ദാൻ എം മോഡ് എം ബൈ 2 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും, എം മൈനസ് ജി ഓഫ് എക്സ് എന്നായിട്ട് വരും. മോഡിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്, ഇത് ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ക്വാണ്ടിറ്റിക്ക് പകരം നമ്മൾ ഇനി എന്ത് കൊടുക്കുകയാണ്, മോഡ് എം ബൈ 2 എന്ന് നമുക്ക് കൊടുക്കുക അല്ലേ. അപ്പം മോഡ് എം അതായത് ഈ ഒരു ഇതിന് നമ്മൾ ലെസ് ദാൻ മോഡ് എം ബൈ 2 എന്ന് കൊടുത്തു. ബാക്കിയുള്ള ജി ഓഫ് എക്സ് മോഡ് ജി ഓഫ് എക്സ് അങ്ങനെ തന്നെ നിർത്തി അല്ലേ. ഇപ്പം നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്, നമുക്ക് ഇപ്പോൾ അടുത്ത ഇനീക്വാളിറ്റി കിട്ടി നമുക്ക് മോഡ് എം വിച്ച് ഈസ് ലെസ് ദാൻ മോഡ് എം ബൈ 2 പ്ലസ് ജി ഓഫ് എക്സ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും, അതായത് എന്താ പറയാൻ പറ്റുക, ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് ഇനീക്വാളിറ്റി കിട്ടിയിട്ടുള്ളത്, മോഡ് എം വിച്ച് ഈസ് ലെസ് ദാൻ മോഡ് എം ബൈ 2 പ്ലസ് മോഡ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഞാൻ രണ്ട് സൈഡിലും ഞാൻ എന്ത് ചെയ്യുകയാണ്, മോഡ് എം ബൈ 2 സബ്ട്രാക്ട് ചെയ്യുക. അതിന് വരുമ്പോൾ എന്ത് വരും, മോഡ് എം മൈനസ് മോഡ് എം ബൈ 2 അല്ലേ, സബ്ട്രാക്ട് വിച്ച് ഈസ് ലെസ് ദാൻ നമുക്ക് എന്ത് വരും, ഇവിടെ മോഡ് എം ബൈ 2 ഉണ്ടായിരിക്കും പ്ലസ് മോഡ് ജി ഓഫ് എക്സ് മൈനസ് നമുക്ക് എന്ത് വരും, മോഡ് എം ബൈ 2 തന്നെ. അപ്പോൾ ഇതോടെയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് വരും, ഇവിടെ എന്താ പറയുക, മോഡ് എം മൈനസ് മോഡ് എം ബൈ 2 എന്ന് പറയും അല്ലേ. മോഡ് എമ്മിൽ നിന്ന്, അതായത് മോഡ് എമ്മിൽ നിന്ന് മോഡ്, അതായത് ഒന്നും വേണ്ട, അതിന് മോഡ് എം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. രണ്ടിലും മോഡ് എം ഉണ്ട്. അപ്പോൾ ആ ടേം പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്, 1 മൈനസ് 1 ബൈ 2 എന്ന് എഴുതാറുണ്ട് അല്ലേ നമ്മൾ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 1 മൈനസ് 1 ബൈ 2 പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും, മോഡ് എം ഇൻറ്റു 1 ബൈ 2 എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക, മോഡ് എം ബൈ 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ ടേമിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, മോഡ് എം ബൈ 2 എന്ന് എഴുതാൻ പറ്റും. മോഡ് എം ബൈ 2 വിച്ച് ഈസ് ലെസ് ദാൻ, ഇവിടെ ബാക്കി ഇനി എന്താ ഉള്ളത്, മോഡ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതായിരുന്നു നമുക്ക് കിട്ടുക, മോഡ് എം ബൈ 2 വിച്ച് ഈസ് ലെസ് ദാൻ മോഡ് ജി ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാറുണ്ട്.
ഓക്കെ, അപ്പോൾ അതിന് ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതിയതാണ് ഇവിടെ. എന്താണ്? മോഡ് ജി ഓഫ് എക്സ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് എം ബൈ ടു. എഴുതിയത് മോഡ് ജി ഓഫ് എക്സ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എം ബൈ ടു എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമ്മുടെ ഇനീക്വാളിറ്റി, റെസിപ്രോക്കൽ പറയുമ്പോൾ എന്താ തല തിരിച്ചിടുക. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 മോഡ് ജി ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ 2 മോഡ് എം. അത് എന്ന് പറയുന്നത് ലെസ് ദാൻ 2 മോഡ് എം എന്നാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഇതിനെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് യൂസ് ചെയ്യാണ്? ഇക്വേഷൻ നമ്പർ 2 എന്ന് നമ്മൾ ഇട്ടിവിടെ വയ്ക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഗിവൺ കണ്ടീഷൻ നമുക്ക് വേറൊരു തരത്തിൽ കൂടി നമ്മൾ പറയുകയാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം വി ക്യാൻ ഫൈൻഡ് എ ഡെൽറ്റ ടു ഗ്രേറ്റർ ദാൻ 0 അല്ലേ. നമ്മൾ എപ്സിലോണും ഡെൽറ്റയും, അപ്പോൾ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡെൽറ്റയ്ക്കുള്ള കാര്യമാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. ഇനി നമ്മൾ വേറൊരു ഡെൽറ്റയ്ക്ക് ചൂസ് ചെയ്യാണ്. അത് വെച്ചിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ബൈ 2 ഇംപ്ലൈസ് ദാറ്റ് മോഡ് ജി ഓഫ് എക്സ് മൈനസ് m which is less than epsilon into mod m square divided by 2 and put it as equation number 3. ഇപ്പം നമ്മൾ 3 ഇക്വേഷൻസ് എഴുതി. ഇത് നമ്മളിവിടെ ലാസ്റ്റ് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ ചൂസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുക മിനിമം ഓഫ് ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2 ആൻഡ് ദ ഇക്വേഷൻസ് 1, 2 ആൻഡ് 3. 3 ഇക്വേഷൻസിൽ നിന്നുകൂടി നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ 1 ആൻഡ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ 2. ഞാൻ സ്പീഡിൽ പറയുന്നത് നമ്മൾ ഇന്നലെ അതെങ്ങനെയാണ് അങ്ങനെ വന്നത് എന്നുള്ളത് ഈ സ്റ്റെപ്പ് കോമൺ ആയിട്ട് വേറൊരു പ്രൂഫിലുണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇനി നമുക്കിവിടെ എന്താ പറയുക? മോഡ് എക്സ് മൈനസ് സി 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ 1 ആവുന്ന കേസിൽ നമ്മൾ എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്? 1 ജി ഓഫ് എക്സ് മോഡ് ജി ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ 2 മോഡ് എം എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അതേമാതിരി ഈ കണ്ടീഷൻ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ബൈ 2 എന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ അതും നമ്മളിവിടെ എടുത്തു അല്ലേ. നമുക്ക് ഇനി ഇതൊന്നുമില്ല കാണിക്കാനുള്ളത്. നമുക്ക് എന്താ കാണിക്കാനുള്ളത്? അതായത് മോഡുലസ് ഓഫ് 1 ജി ഓഫ് എക്സ് മൈനസ് 1 എം. അതേ സീക്വൽ നമ്മൾ തുടക്കത്തിൽ എന്താ എഴുതി വെച്ചിരുന്നത്? മോഡ് ജി ഓഫ് എക്സ് മൈനസ് എം വോൾ ഡിവൈഡഡ് ബൈ മോഡ് ജി ഓഫ് എക്സ് ഇൻറ്റു മോഡ് എം എന്ന് പറയുന്നത് അല്ലേ. അതിൽ നമുക്ക് ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു നമുക്ക് എന്ത് വരും? മോഡ് എം ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വോൾ ഡിവൈഡഡ് ബൈ. ഇനി ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് എന്നല്ല എടുക്കുന്നത്. നമ്മളിവിടെ 1 ജി ഓഫ് എക്സ് അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് 1 ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ എഴുതിയതിനെ ഒന്നുകൂടി നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. മോഡ് ജി ഓഫ് എക്സ് മൈനസ് എം വോൾ ഡിവൈഡഡ് ബൈ മോഡ് എം ഇൻറ്റു 1 ജി ഓഫ് എക്സ് മോഡ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോമിൽ എഴുതാം അല്ലേ. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ നമുക്ക് ആദ്യം എന്താണ്? എപ്സിലോൺ ഇൻറ്റു മോഡ് എം സ്ക്വയർ വോൾ ഡിവൈഡഡ് ബൈ 2 വോൾ ഡിവൈഡഡ് ബൈ നമുക്ക് മോഡ് എം തന്നെ ഉണ്ട് ഇൻറ്റു ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ വിച്ച് ഈസ് ലെസ് ദാൻ നമുക്ക് എന്താ എടുത്തിട്ടുള്ളത്? വിച്ച് ഈസ് ലെസ് ദാൻ 2 മോഡ് എം എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ 2 മോഡ് എം എന്ന് എടുക്കുമ്പോൾ നമുക്ക് അതിന് പകരം നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് 2 മോഡ് എം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റു 2ഉം ഇവിടുത്തെ ഡിവൈഡഡ് ബൈ 2 കൂടിയും ക്യാൻസൽ ചെയ്തിട്ട് പോകും. പിന്നെ നമുക്കിവിടെ മുകളിലൊരു എന്താ പറയുക ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു മോഡ് എം സ്ക്വയർ വോൾ ഡിവൈഡഡ് ബൈ താഴെ എന്താണ്? മോഡ് എം ഇൻറ്റു മോഡ് എം. അപ്പോൾ അത് എന്തായിട്ട് മാറും? മോഡ് എം സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ ആ മോഡ് എം സ്ക്വയർ മുകളിലത്തെ മോഡ് എം സ്ക്വയർ കൂടിയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ എന്നായിട്ട് മാറും അല്ലേ. നമുക്ക് എന്താ കിട്ടിയത്? 1 അതായത് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 1 ജി ഓഫ് എക്സ് മൈനസ് മോഡുലസ് ഓഫ് 1 ജി ഓഫ് എക്സ് മൈനസ് 1 എം വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. എപ്പോൾ? അതായത് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന കേസിൽ നമുക്ക് 1 ജി ഓഫ് മോഡുലസ് ഓഫ് 1 ജി ഓഫ് എക്സ് മൈനസ് 1 എം വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? അതിൽ നിന്ന് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സേ 1 ജി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1 എം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന്
കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതായിരുന്നില്ലായിരുന്നു പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യാറുണ്ടായിരുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ അതിനെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതാണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 ബൈ ജി ഓഫ് എക്സ് എന്ന് എഴുതി അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെയാണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി 1 ബൈ ജി ഓഫ് എക്സ് എന്നാണ് അല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് തന്നിട്ടുണ്ട്? എൽ ആണെന്ന് നമുക്ക് ഗിവൺ, അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി 1 ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ? ഇൻറ്റു 1 ബൈ എം എന്ന് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? എൽ ഡിവൈഡഡ് ബൈ എം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എത്രയാണ് നമ്മുടെ ആ ഒരു പ്രൂഫ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു റിമൈനിങ് ആയിട്ട് ഒരു പ്രൂഫ് കൂടി ഉണ്ടായിരുന്നു അല്ലേ. ഏതായിരുന്നു പ്രൂഫ് ഉണ്ടായിരുന്നത്? പവർ റൂളാണ്. അത് നിങ്ങളോട് എക്സസൈസ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ കൊറോളറി ആയിട്ട് പറയുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനിലെ, അതായത് 2 ഫംഗ്ഷൻസിൻ്റെ കേസുകളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. എന്തായിരുന്നു 2 ഫംഗ്ഷൻസ് നമ്മൾ എടുക്കാറ്? എഫ് ജി എന്ന് പറയുന്നത് അല്ലേ. ഇനി ഞാൻ മൂന്നാമതൊരു ഫംഗ്ഷൻ കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് എച്ച്. ഇപ്പോൾ 2 ഫംഗ്ഷൻസിൻ്റെ കേസുകളാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. ഞാൻ മൂന്നാമതൊരു ഫംഗ്ഷൻ കൂടി എടുക്കുകയാണെങ്കിൽ എച്ച്. ഇനി നാലാമതൊരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ കെ. ഇനിയിപ്പോൾ 5, 6 എന്നൊക്കെ പറഞ്ഞിട്ട് ഫംഗ്ഷൻസ് എടുക്കുമ്പോൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു n ഫംഗ്ഷൻസ് ഉണ്ട് എന്ന് വിചാരിച്ചോ. ആ ഫംഗ്ഷൻസിനെ ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുകയാണ്. എങ്ങനെ തന്നെ ഡിനോട്ട് ചെയ്തു? F1, F2, അതായത് ഈ എഫിനെ F1 തന്നെ, ജീനെ F2, എച്ചിനെ നമ്മൾ F3, കെനെ F4 ഇങ്ങനെ എടുത്തു. ഇതല്ലേ ഇപ്പം നമുക്ക് സുഖം. F1, F2, F3, F4 എന്ന് എടുക്കാനും. അതാണ് ഇവിടെ പറഞ്ഞത്. ലെറ്റ് F1, F2 എക്സെട്ര അപ് ടു Fn ബി n റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ സം ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് സി എന്ന് പറയുന്നത് അല്ലേ. അതായത് സി എന്ന് പറയുന്ന ഒരു പോയിന്റ്, നമ്മുടെ നമ്പർ ലൈനിലെ എവിടെയോ ഉള്ളൊരു പോയിൻ്റാണ് സി എന്ന് പറയുന്ന പോയിന്റ്. ആ സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവൽ. ഇങ്ങനെ ക്ലോസ്ഡ് ഇൻ്റർവൽ പറഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനെയുണ്ട് അല്ലേ. ഇപ്പം നമുക്ക് എന്താ ഇവിടെ വേണ്ടത്? സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെൽ അല്ലേ. ആ ഓപ്പൺ ഇൻ്റർവെല്ലിൽ നമ്മുടെ ഏതൊക്കെ ഫംഗ്ഷൻ? n ഫംഗ്ഷൻസ് ഉണ്ട്. F1 എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ, F2 എന്ന് പറഞ്ഞ വേറൊരു ഫംഗ്ഷൻ, F3 എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ, F4 എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ. അങ്ങനെ n ടൈംസ്. n നമുക്ക് എന്താണെന്ന് അറിയില്ല. n ചിലപ്പോൾ എത്രയാവാം? 100 ആവാം, 1000 ആവാം, 1 ലക്ഷം ആവാം. ഓക്കെ, എത്ര അങ്ങനെ പോവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയുകയാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി F1 പ്ലസ് F2 പ്ലസ് എക്സെട്ര പ്ലസ് Fn ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്ന പറഞ്ഞേ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി Fn ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി F2 ഓഫ് എക്സ് പ്ലസ് അടുത്ത ടേം എന്തായിരിക്കും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി F3 ഓഫ് എക്സ്. അടുത്ത ടേം കൂടി പറഞ്ഞു നോക്കിയൊക്കെ എന്തായിരിക്കും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 F4 ഓഫ് എക്സ് എക്സെട്ര പ്ലസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 Fn ഓഫ് എക്സ് എന്ന് പറഞ്ഞു അല്ലേ. ഇതേമാതിരി അടുത്ത റിസൾട്ട് എന്താ പറയണത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി F1 ഇൻറ്റു F2 ഇൻറ്റു Fn ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി F1 ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി F2 ഓഫ് എക്സ് ഇൻറ്റു അടുത്ത ടേം എന്തായിരിക്കും ഒന്ന് ഊഹിച്ച് നോക്കിക്കേ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി F3 ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 F4 ഓഫ് എക്സ് ഇൻറ്റു എക്സെട്ര ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി Fn ഓഫ് എക്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു തിയറാണ് കേട്ടോ. തിയർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഫങ്ഷൻസ് ആണ് അല്ലേ, പോളിനോമിയൽ ഫങ്ഷൻ. നമ്മൾ തുടക്കം മുതൽ പറയാൻ തുടങ്ങിയതാണ്. പോളിനോമിയൽ ഫങ്ഷൻസ് ആണെങ്കിൽ റേഞ്ച് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് -∞ മുതൽ ഇൻഫിനിറ്റി വരെ ആയിരിക്കും എന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. അപ്പോൾ ആ പോളിനോമിയൽ ഫങ്ഷൻ വെച്ചിട്ടുള്ള ഒരു തിയറാണ് പറഞ്ഞത്. ദ ലിമിറ്റ് ഓഫ് പോളിനോമിയൽ ക്യാൻ ബി ഫൗണ്ട് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് ഇഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അതായത് നമ്മുടെ പോളിനോമിയൽ ഫങ്ഷൻസിനെ ജനറലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ an എക്സ് പവർ n പ്ലസ് an - 1 എക്സ് പവർ n - 1 പ്ലസ് എക്സെട്ര പ്ലസ് a1 എക്സ് പ്ലസ് a0. ദെൻ ലിമിറ്റ്, ഇവിടെ ഒരു കണ്ടീഷൻ കൂടി നിങ്ങൾ എഴുതിക്കോ ചേർക്കണം. ഇവിടെ കോമ an വിച്ച് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0
then limit extending to c p of x which is equal to p of c which is equal to an c power n plus an minus 1 c power n minus 1 plus etc plus a1 c plus a naught എന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്നാണ്. ഓക്കെ, എന്താ പറഞ്ഞത്? പോളിനോമിയൽ ഫങ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് പോളിനോമിയൽ ഫങ്ഷൻസിന് എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 2x² പ്ലസ് 1 ഇങ്ങനെ പറയാം അല്ലേ. അതായത് നമ്മുടെ an മാത്രം 0 ആവരുത് എന്ന് നമുക്ക് മാത്രമേ നിർബന്ധമുള്ളൂ. ഇവിടെ ഈ an മൈനസ് 1ഉം ബാക്കിയുള്ളത് അങ്ങോട്ടൊക്കെ ഉള്ളത് നമുക്ക് 0 ആയിട്ട് മാറാം അല്ലേ. ഇപ്പം നമ്മൾ എക്സ് പവർ 100 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, എക്സ് പവർ 3 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, എക്സ് പവർ 4, എക്സ് പവർ 5. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ 1 ആഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ എക്സ് ആഡ് ചെയ്താൽ, ഇതിൻ്റെ കൂടെ x² ആഡ് ചെയ്താൽ, അങ്ങനെ വരുന്ന എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഫോമിൽ വരുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ, അതായത് നമുക്കിങ്ങനെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളോട് എന്താ പറയുക, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പി ഓഫ് എക്സ് അല്ലേ. എന്താ ചെയ്യുക, ഈ എക്സിന് പകരം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയെന്ന്. മനസ്സിലായിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ തന്നു, ഇങ്ങനെ കണ്ടുപിടിക്കാൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 നമ്മൾ പറയുകയാണ് x² പ്ലസ് 2x പ്ലസ് 3 എന്ന് തന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഈ എക്സിന് പകരം എന്ത് കൊടുത്താൽ, നമ്മളിവിടെ സി ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്ത് എക്സിന് പകരം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ എന്താ ഉള്ളത്, 1. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സിന് പകരം 1 കൊടുക്കുക. അപ്പോൾ എന്തൊരു 1² പ്ലസ് 2 × 1 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, 1 + 2 + 3 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു 6. അങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണെങ്കിൽ കണ്ടുപിടിക്കാം അല്ലേ. ഇത്രയും കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഏതൊക്കെ പോളിനോമിയൽ ഫംഗ്ഷൻസിന് എക്സാമ്പിൾ എങ്ങനെ മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്, എങ്ങനെ പോളിനോമിയൽ ഫംഗ്ഷൻസ് വരും? അതിനാണ് നമ്മൾ ഈ ഒരു തിയറം പഠിക്കുന്നത്. നമുക്ക് തിയറം മാത്രം പഠിച്ചാൽ മതിയോ? ഇല്ല അല്ലേ, നമുക്കതിന് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ കുഞ്ഞു കഷ്ണങ്ങൾ നമുക്ക് ഓരോ കാര്യങ്ങളും പ്രൂവ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ലാസ്റ്റാണ് പറയുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ലെറ്റ് us prove that limit extending to c x which is equal to c. For that we have to show that for any given epsilon greater than 0 there exists a delta greater than 0 such that നമ്മുടെ ഡെഫിനിഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇവിടെ എന്താണ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി, എക്സ് നോട്ടിന് പകരം ഇവിടെ എന്താ തന്നെയാണ്, സി തന്നെയാണ് അല്ലേ, വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. പിന്നെ എഫ് ഓഫ് എക്സിന് പകരം ഇവിടെ എന്താണ് എക്സ്, എല്ലിന് പകരം ഇവിടെ എന്താ സി വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി അല്ലേ. അപ്പം ഇവിടെ എന്ത് ചെയ്താൽ മതി, മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പം നമ്മൾ എന്തെന്നെ ചൂസ് ചെയ്താൽ മതി, എപ്സിലോൺ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ റിസൾട്ട് ഒബ്വിയസ്ലി ഇവിടെ പ്രൂവ് ആയിപ്പോയി. എന്താ ഇവിടെ പറയണേ, ഒബ്വിയസ്ലി ദ എബോവ് ഇനീക്വാളിറ്റി വിൽ ഹോൾഡ് ഇഫ് ഡെൽറ്റ ഈസ് എപ്സിലോൺ ഓർ എനി അതർ പോസിറ്റീവ് നമ്പർ സ്മാളർ ദാൻ എപ്സിലോൺ. അതല്ലെങ്കിൽ എപ്സിലോണിനേക്കാളും ചെറിയൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഹെൻസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു സി, നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ പറയുന്നത്. ഇനി നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് എന്ന് പറയുന്നത് സി ഈക്വൽ ടു സി ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി x² എന്താ, x³ എന്താ, x⁴ എന്താ, അങ്ങനെ നമ്മൾ പോയിട്ട് x⁴ എന്താ, പിന്നെ നമുക്കറിയാത്ത എക്സ് പവർ എന്നിൻ്റെ എന്താണെന്നൊക്കെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി x² എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം അല്ലേ. x² നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതിക്കോടെ. അപ്പോൾ അതാണ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് ഇൻറ്റു എക്സ് എന്ന് നമ്മൾ എഴുതി വെച്ചത് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ അതിനെ എന്ത് ചെയ്തി, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് എന്ന് എഴുതി അല്ലേ. ഇത് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്താ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഓൾറെഡി സി എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അടുത്തത് ഇതും തന്നെയല്ലേ, സി തന്നെയാണ്. അപ്പോൾ ഇൻറ്റു സി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്തു, c² എന്ന് എഴുതി അല്ലേ. ഇനി നമ്മൾ അടുത്തത് നമുക്ക് ഇതേമാതിരി കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കണ്ടേ, അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി x³ കണ്ടുപിടിക്കണം. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, x² ഇൻറ്റു എക്സ് എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി x² ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് എന്ന് നമ്മൾ എഴുതാം അല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി x² എന്ന് പറയുന്നത് നമ്മളിവിടെ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്, c² ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വേണ്ടത്, സി അല്ലേ. c² ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, c³ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക, ഇതേമാതിരി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ
എക്സ് പവർ 4ൻ്റെ നമുക്ക് എന്ത് പറയും സി പവർ 4 എന്ന് കിട്ടും. അതേമാതിരി തന്നെ എക്സ് പവർ 5ൻ്റെ നമുക്ക് എന്താ കിട്ടുക സി പവർ 5 എന്ന് കിട്ടും. എക്സെട്ര നമുക്ക് ജനറലി എന്ത് പറയാൻ പറ്റും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് പവർ എൻ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ പറയാൻ പറ്റും സി പവർ എൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരെണ്ണം കൂടിയും കാണിക്കാനുണ്ട്. കോൺസ്റ്റൻ്റ് എങ്ങടാ പോകണമെന്ന് പറയണേ, അതാണ് അടുത്തത് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വി വിൽ പ്രൂവ് ദ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എ നോട്ട് ഇസ് ഈക്വൽ ടു എ നോട്ട് എന്ന് പറയും അല്ലേ. നമുക്ക് പ്രൂവ് ചെയ്യാൻ നമ്മൾ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഉപയോഗിക്കുന്നത് ഫോർ എനി ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ അല്ലെ. ഇവിടെ എക്സ് നോട്ട് എന്തായിരുന്നു സി ആയിരുന്നു, അതുകൊണ്ടാണ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. ഇനി എഫ് ഓഫ് എക്സിന് പകരം ഇവിടെ എന്താ എ നോട്ട്, എല്ലിന് പകരം എന്താ എ നോട്ട് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയും അല്ലേ. അപ്പോൾ എ നോട്ട് മൈനസ് എ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നെ വരിക എ നോട്ടിൽ നിന്ന് 1ൽ നിന്ന് 1 കുറച്ച് എന്താ 0, 2ൽ നിന്ന് 2 കുറച്ച് എന്താ 0. അതേമാതിരി എ നോട്ടിൽ നിന്ന് എ നോട്ട് കുറച്ച് എ നോട്ടൊക്കെ ഇവിടെ എന്താ കോൺസ്റ്റൻ്റ് ആണല്ലേ. ഇവിടെ A1 A2 A3 A4 എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കോൺസ്റ്റൻസ് പറഞ്ഞാൽ എന്താ 1 2 3 എന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ ഇട്ട് കൊടുക്കണതിനെയാണ് ഈ കോൺസ്റ്റൻസ് എന്ന് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ എ നോട്ട് മൈനസ് എ നോട്ടിൽ നിന്ന് എ നോട്ട് കുറച്ച് എന്താ തന്നെ വരിക 0 കിട്ടുക. 0 എന്ന് പറയുന്നത് എന്തായാലും എപ്സിലോൺ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് 0-നേക്കാളും കുറച്ച് വലിയൊരു ടേം എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് എന്തായാലും 0 ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദ എബവ് ഇംപ്ലിക്കേഷൻ ഈസ് ട്രൂ ഫോർ എനി പോസിറ്റീവ് നമ്പർ ഡെൽറ്റ. ഏതൊരു പോസിറ്റീവ് നമ്പർ ഡെൽറ്റ നമ്മൾ എടുക്കുകയാണെങ്കിലും നമുക്കതിന് ഈ റിസൾട്ട് ട്രൂ ആണ്. ഹെൻസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എ നോട്ട് ഇസ് ഈക്വൽ ടു എ നോട്ട് എന്ന് നമുക്ക് പറയാം. എന്തിനപ്പോൾ നമ്മളിതൊക്കെ പ്രൂവ് ചെയ്യണത്? ഇവിടെ നോക്കിക്കേ, നമുക്ക് എന്തിനാ പ്രൂവ് ചെയ്യണത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. താഴെ ഞാൻ എഴുതി കാണിക്കാം. ഓക്കെ, എന്തിനപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചതെന്ന്. അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇനി അങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ കണ്ടുപിടിച്ചത്. എന്തിനാ അതൊക്കെ കണ്ടുപിടിച്ചതെന്നുള്ളത് ഇനി പറയുന്ന സ്റ്റെപ്പ് പറയുമ്പോൾ മനസ്സിലാക്കും അല്ലേ. അപ്പം ഇനി പറയുകയാണ് യൂസിങ് ദ സം കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ ആൻഡ് നമ്മൾ മുന്നേ പഠിച്ച ആ റൂളുകളൊക്കെ ഇല്ലേ, ആ റൂളുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു അല്ലേ. പി ഓഫ് എക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അതിനെ അപ്പോൾ ഈ ഓഫ് എക്സ് എന്താണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ നോക്കുക, ഇതെന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്, ഇതെന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷനാണ്, അങ്ങനെ ഇത് പറയുന്നത് വേറൊരു ഫംഗ്ഷൻ, ഇതെന്ന് പറയുന്ന ഓരോ ഫംഗ്ഷൻ. ഇതിനിപ്പോൾ ഞാൻ F1 F2 F4 എക്സെട്ര ടു Fn-1 Fn എന്ന് എടുത്തോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് എക്സെട്ര പ്ലസ് Fn ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി Fn1 പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി F2 പ്ലസ് എക്സെട്ര പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി Fn എന്ന് നമുക്ക് എഴുതാൻ പറ്റുമെന്ന്. അതേമാതിരി നമ്മളിതിന് എന്ത് ചെയ്തു സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി അല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി an ഇൻറ്റു എക്സ് പവർ n പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി an-1 ഇൻറ്റു എക്സ് പവർ n-1 പ്ലസ് എക്സെട്ര പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എ നോട്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. മനസ്സിലായോ ആ റൂൾ ഉപയോഗിച്ച്? നമ്മൾ വേറൊരു റൂൾ കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു നമ്മൾ ആ റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് എഴുതുകയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ പറയുക കെ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ എഴുതാറുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ എന്ന് പറയുന്നത് കെക്ക് പകരം ഇവിടെ എ എന്നും എഫ് ഓഫ് എക്സിന് പകരം ഇവിടെ എക്സ് പവർ എന്നും. ഇവിടെ എന്താ കെക്ക് പകരം an-1, എഫ് ഓഫ് എക്സിന് പകരം ഇവിടെ എന്താ പറയുക എക്സ് പവർ n-1. അങ്ങനെയാണ് എല്ലാതും കിടക്കണേ അല്ലേ. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? വേണ്ടോ ഇങ്ങനെ എഴുതാൻ പറ്റും an ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് പവർ n പ്ലസ് an-1 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് പവർ n-1 പ്ലസ് എക്സെട്ര പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എ നോട്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്നതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മളിത് പ്രൂവ് ചെയ്ത് വെച്ചിരുന്നു അല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് പവർ n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മളവിടെ പ്രൂവ് ചെയ്ത് വെച്ചിരുന്നത് സി പവർ n അല്ലേ. എക്സ് പവർ n-1 ആണെങ്കിൽ നമ്മൾ അതിന് എന്തായിരുന്നു സി പവർ n- എക്സെട്ര ടു നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ എന്തായിരുന്നു സി സ്ക്വയർ. അങ്ങനെ നമ്മൾ ഓരോന്നിനും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇനി ഇവിടെ ലാസ്റ്റ് നമുക്ക് A1C അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് എന്ന് പറയണമായിരുന്നു ഇവിടെ. ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത് എ നോട്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കത്തിൽ അവിടെ അതൊക്കെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്ത് കിട്ടി an സി പവർ n പ്ലസ് an-1 സി പവർ n-1 പ്ലസ് എക്സെട്ര പ്ലസ് A1C പ്ലസ് എ നോട്ട് എന്നിട്ട് ഇതെന്താ ഇപ്പോൾ ചെയ്തത്? നമ്മുടെ ആ പി ഓഫ് എക്സ് തന്നായിരുന്നില്ലേ, ആ പി ഓഫ് എക്സിലെ എക്സിന് പകരം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ് നമുക്കിത് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് അതിന് എന്ത് എഴുതാൻ പറ്റും? ഇസ് ഈക്വൽ ടു പി ഓഫ് സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി
അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് സി എന്ന് കിട്ടി. അതുകൊണ്ട് നമ്മുടെ പ്രൂഫ് എന്തായി? അതായിരുന്നു നമ്മുടെ പ്രൂഫ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൂഫാണ്, പഠിക്കാൻ എളുപ്പമാണ്, അത് പഠിക്കാം. ഇനി നമ്മുടെ ഒരു കൊറോളറി പറയുന്നത് ദ ലിമിറ്റ്സ് ഓഫ് റാഷണൽ ഫംഗ്ഷൻ ക്യാൻ ബി ഫൗണ്ട് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫ് ദ ലിമിറ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ ഈസ് നോട്ട് സീറോ, ദാറ്റ് ഈസ് ഇഫ് പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് ആർ ദ പോളിനോമിയൽസ് ആൻഡ് ക്യൂ ഓഫ് സി വിച്ച് ഈസ് നോട്ട് ഇസ് ഈക്വൽ ടു സീറോ, ദെൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് സി ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് സി എന്ന് എഴുതാൻ പറ്റും അല്ലേ. അതായത് നമുക്ക് രണ്ട് ഫംഗ്ഷൻ തന്നിട്ടേ, ഇപ്പോൾ ഞാൻ എന്താ പറയുക, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ തന്നിരിക്കുകയാണ് 2x+3 എന്നും, അതേമാതിരി തന്നെ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വേറെ തന്നിട്ടുണ്ട് x²+1 എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ് നിങ്ങളോട് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 2x+3 ഡിവൈഡഡ് ബൈ x²+1 ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതായിട്ട് തന്നിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ നോക്കിക്കുക, ഇവിടെ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സ് ഇതേമാതിരി വന്നു കഴിഞ്ഞാൽ അതേ സീക്വൽ ടു നമുക്കിങ്ങനെ എഴുതാൻ പറ്റും പി ഓഫ് സി ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് സി. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? പി ഓഫ് സിക്ക് പകരം ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? എക്സ്റ്റെൻഡിങ് ടു 1 അല്ല, അപ്പോൾ പി ഓഫ് 1 ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് 1 എന്ന് എഴുതാം എന്നാണ് ഈ തിയറം പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? എപ്പോൾ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, ഈ താഴെ കിടക്കുന്നത് 0 ആവാൻ പാടില്ല. ക്യൂ ഓഫ് സി എന്ന് പറയുന്നത് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഞാൻ ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x²+1 അല്ലേ വന്ന്, ഇപ്പോൾ ക്യൂ ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ ഒരു 1² + 1 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ ഒരു 1+1 വിച്ച് ഈസ് ഈക്വൽ ടു 2. ഇതെന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് ഫംഗ്ഷൻസിന് നമുക്ക് ഏത് റൂൾ ഉപയോഗിക്കാൻ പറ്റും? ഈ റൂൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം പോളിനോമിയൽസ് ഫംഗ്ഷൻസിൻ്റെ ആ പ്രൂഫ് പഠിച്ചു, എന്നിട്ട് അതിൻ്റെ കൊറോളറി ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യം കൂടി പഠിച്ചു. ഓക്കെ, ഇതൊക്കെ ഈ തിയറൊക്കെ പഠിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ഈ തിയറംസൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഈ കൺസെപ്റ്റൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം കേട്ടോ. ഓക്കെ.